റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ബിരുദ വിഭാഗത്തിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ആകെ 5810 ഒഴിവുകളാണ് ഉള്ളത്. ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ തസ്തികയിൽ 161 എണ്ണവും, സ്റ്റേഷൻ മാസ്റ്റർ തസ്തികയിൽ 615 എണ്ണവും, ഗുഡ്സ് ട്രെയിൻ മാനേജർ തസ്തികയിൽ 3416 എണ്ണവും, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് തസ്തികയിൽ 921 ഒഴിവുകളുമുണ്ട്. കൂടാതെ സീനിയർ ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് തസ്തികയിൽ 638 ഒഴിവുകളും ട്രാഫിക് അസിസ്റ്റന്റ് തസ്തികയിൽ 59 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശമ്പളം ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 35,400, അതോടൊപ്പം തന്നെ സ്റ്റേഷൻ മാസ്റ്റർ 35,400, ഗുഡ്സ് ട്രെയിൻ മാനേജർ 29,200, ട്രാഫിക് അസിസ്റ്റ് 25,500, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 29,200 എന്നിങ്ങനെയായിരിക്കും ശമ്പളം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ നവംബർ മാസം 20-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി നവംബർ 22 ആണ്. അപേക്ഷാ ഫോമിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള മോഡിഫിക്കേഷൻ വിൻഡോ അത് നവംബർ 23 മുതൽ ഡിസംബർ 2, 2025 വരെ ലഭ്യമായിരിക്കുന്നതാണ്. ഓരോ തസ്തികയിലേക്കും ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ തന്നെ കൃത്യമായി പരിശോധിക്കാവുന്നതാണ്. അവസാന പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്നവർ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പാടില്ല എന്നും RRB അറിയിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ട കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ CBT 90 മിനിറ്റ് ദൈർഘ്യമുള്ളതായിരിക്കും. ഇതിൽ ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നീ 3 വിഭാഗങ്ങൾ ഉണ്ടാകും. ജനറൽ അവയർനെസ് വിഭാഗത്തിൽ 40 ചോദ്യങ്ങളും, മാത്തമാറ്റിക്സിൽ 30 ചോദ്യങ്ങളും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ 30 ചോദ്യങ്ങളും ഉണ്ടാകും. ഒന്നാം ഘട്ട CBTയിൽ ആകെ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. രണ്ടാം ഘട്ട CBT പരീക്ഷയിൽ ജനറൽ അവയർനെസ്സിൽ നിന്ന് 50 ചോദ്യങ്ങളും, അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സിൽ നിന്ന് 35 ചോദ്യങ്ങളും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 35 ചോദ്യങ്ങളും ഉണ്ടാകും. രണ്ടാം ഘട്ട CBT പരീക്ഷയിലെ ആകെ ചോദ്യങ്ങൾ 120 ആയിരിക്കും. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.